ഇന്ന് ഞാൻ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മൈദ വെച്ചിട്ട് നമുക്ക് പൊറാട്ടേനെക്കാട്ടും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായക്കടിയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാനിവിടെ എടുത്ത മൈദ എന്ന് പറയുന്നത് 1/2 കിലോ മൈദ എന്നേ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഏകദേശം നമ്മൾ പൊറാട്ടക്കൊക്കെ കുഴക്കിയല്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കുക. അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ വരണം കേട്ടോ. നമ്മളിങ്ങനെ കുഴച്ച് നല്ല പതാക്കി എടുക്കണം, എന്നാലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി അടിപൊളിയായിട്ട് തന്നെ കിട്ടുക. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഏകദേശം ചപ്പാത്തിൻ്റെ മാവ് പിടിക്കുകയല്ലേ, ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ആക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ പൊറാട്ടൻ്റെ ഉരുളൻ്റെ അത്ര ഇല്ല, അതിലും കുറച്ച് കുറവാണ് കേട്ടോ ഈ ഒരു ഉരുള. അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്ക് ഉരുളകളാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് മതി കേട്ടോ. നിങ്ങളെ കയ്യിൽ വെളിച്ചെണ്ണ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് നമുക്ക് എല്ലാ ഉരുളയും ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് നമ്മൾ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചൊന്ന് സെറ്റായി വരാനുണ്ട് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ചൂടായി വന്നതിന് ശേഷം കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഞാൻ ചെറിയ പീസാക്കി വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലില്ലാത്ത ഭാഗമാണ് ഇട്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കസൂരി മേത്തി ചേർത്ത് കൊടുത്തി കേട്ടോ. അതിൻ്റെ ഒരു ഇലയാണ് കാണിച്ചത്. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വെറും മഞ്ഞൾ മുളകും ഉപ്പും ചേർത്തിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഞാൻ മഞ്ഞളും മുളകും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് ചിക്കൻ മസാലപ്പൊടി പിന്നെ കുറച്ച് കസൂരി മെത്തി എല്ലാം കുറേശ്ശെ മതിയാവും കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ മതിയാവും. എന്നിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇത് കുഞ്ഞ് പീസാക്കിയത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ച് കിട്ടും, ഉപ്പൊക്കെ. എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ കുഞ്ഞു പീസാക്കി പൊരിച്ചതാണ്. അപ്പോൾ അതൊന്ന് പൊരിഞ്ഞ് വരുന്ന നേരം കൊണ്ട് നമ്മളിവിടെ ഒരു 4 വലിയുള്ളി എടുത്തിട്ടുണ്ട്. 5 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും പച്ചമുളക് എടുക്കാം കേട്ടോ. പിന്നെ ഇത് എരിവുള്ള പച്ചമുളകാണ്, അതാണ് ഞാൻ അത്രയും പച്ചമുളക് എടുത്തത്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഞാനിത് ഇതിലിട്ട് ചതുക്കുന്ന നേരം തന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു കളർ വ്യത്യാസം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ പൊരിഞ്ഞ് വരുമല്ലോ, നല്ലോണം പൊരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. പിന്നെ പച്ചമുളക് ഇതുപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ നല്ലോണം പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു വലിയുള്ളി ഇട്ട് കൊടുക്കുക. വലിയുള്ളിയും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ചിക്കൻ നല്ലോണം പൊരിയണം കേട്ടോ, അതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാമോ. പിന്നെ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ വേറെ ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. ചിക്കൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്ന എണ്ണയും ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒഴിച്ച ഒരു വെളിച്ചെണ്ണയൊക്കെ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലെ ഉള്ളി ഒന്ന് വെന്ത് വന്നോട്ടെ. അധികം മാളി കുഴയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഒരു പകുതി വേവായാൽ മതി ഉള്ളി.
അത്രയും വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. മാറ്റി വെക്കല്ല, ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ നമുക്ക് ചിക്കൻ മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടോ. അപ്പോൾ ഈ ഒരു മസാലപ്പൊടിൻ്റെ ആ പച്ച ചൊവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു ഉള്ളിൻ്റെ അകത്തേക്ക് പിടിച്ച് വരുന്നത് വരെ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മസാലക്കൂട്ട്. ഇതുപോലെ ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഇത് തണിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ തണിയാണ്ട് നമ്മളിത് മസാല ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ചപ്പാത്തിൻ്റെ ഒരു മാവില്ലേ, അത് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പരത്തി കൊടുക്കുക കേട്ടോ. നല്ലോണം കുറച്ച് എണ്ണ അടിയിലാക്കി കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ പൊറാട്ടൻ്റെ മാവൊക്കെ പരത്തുന്നില്ല, അതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇത് വീശിയിട്ട് ചെയ്യാൻ പറ്റുന്നപോലെ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കാണിക്കുന്നത്. ഇതിങ്ങനെ വലിച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ കറക്റ്റ് കിട്ടും കേട്ടോ. നല്ലോണം വലിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് പൊറാട്ടൻ്റെ മാവ് അടിച്ചെടുത്തതുപോലെ തന്നെ ഇതുപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മസാലക്കൂട്ടി ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് 2 ഭാഗത്തൊന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ വീഡിയോ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുക. വളവും തിരിവൊക്കെ ഉണ്ടാവും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചെറിയ തോതിലൊക്കെ പൊട്ടുകയൊക്കെ ചെയ്യും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ 2 സൈഡിൽ നിന്ന് ഇതേപോലെ ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗത്തുനിന്ന് മേലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അടിഭാഗത്തുനിന്ന് മേലോട്ടേക്ക് മടക്കി കൊടുക്കുക. ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഉള്ളിൽ കറക്റ്റായിട്ട് കിടന്നോളും. അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ എളുപ്പമാണ് ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. ഇതിന് നമുക്ക് വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഫില്ലിങ് ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒന്നും കൂടി ഞാൻ പരത്തിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെ അടിക്കാൻ പറ്റുന്ന ഒരാഴ്ച ഇതുപോലെ ഒന്ന് അടിക്കതാ, ഞങ്ങൾ ഇതുപോലെ ഒന്ന് അടിച്ചു വെക്കുക. അടിച്ചിട്ട് കറക്റ്റ് ഒന്നിങ്ങനെ ചെറുങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഓയിലൊക്കെ തടവി കൊടുക്കണം കേട്ടോ. അത് ഇടയിൽ കാണിക്കാൻ വിട്ടുപോകുന്നു അതിനോട്. അപ്പോൾ കുറച്ച് ഓയിലൊക്കെ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ വലിച്ചെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് നമ്മളിതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ മുഴുവനായിട്ടും. ഇനിയിപ്പോൾ ഞാനിത് ഒരു ട്രേയിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ഓവൻ്റെ അകത്തേക്കാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ പൊറോട്ട ഒക്കെ ചൂടുകയില്ല കല്ലിൽ വെച്ചിട്ട്, അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് സൈഡ് ഭാഗമൊക്കെ മുരിച്ചെടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓവൻ്റെ അകത്താവുമ്പോൾ ഞാനങ്ങനെ ചെയ്യുന്നില്ല. കുറച്ച് ഓയിൽ മേലെ തടവി കൊടുത്തിട്ട് നമ്മളിങ്ങനെ തന്നെ ഓവൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മേൽഭാഗം ചോന്ന് കിട്ടും കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം പപ്സൊക്കെ ചെയ്യുന്നില്ലേ ആ ഒരു ടൈപ്പിലാണ് വന്നത്. നല്ല കറുമുറയായിട്ട് കിട്ടീന് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ ഇതാ മുഴുവനായിട്ട് സൈഡ് 2 ഭാഗവും നല്ല ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ എന്താ പപ്സ് പോലെ തന്നെ ആയി കിട്ടി കേട്ടോ. അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റുമാണ്, പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ഇതേപോലെ പൊട്ടിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് നല്ല ചൂടാണ് കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് പൊട്ടിച്ച് കാണിച്ചു തരാൻ പറ്റുന്നില്ല.
അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിക്കൊണ്ട് എന്തായാലും നമ്മളെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അപ്പുറം ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അതൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. എന്നാലാണ് ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.